5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുളിച്ച കുറ്റത്തിന് ഇന്ത്യൻ യുവതിക്ക് നൽകേണ്ടി വന്നത് 1.30 ലക്ഷം രൂപയാണ്. അതായത് 1900 ഓസ്ട്രേലിയൻ ഡോളർ പിഴ. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വാമിക എന്ന യുവതിക്കാണ് ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ തനിക്കുണ്ടായ അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടവും ദുരനുഭവവും പങ്കുവയ്ക്കേണ്ടി വന്നത്. തണുപ്പുള്ള ദിവസമായതിനാൽ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിലെ എക്സ്ഹോസ്റ്റ് ഫാൻ ഓൺ ചെയ്യാൻ വാമിക മറന്നുപോയി. ചൂടുവെള്ളത്തിൽ നിന്ന് ഉയർന്ന നീരാവി കുളിമുറിക്ക് പുറത്തുള്ള ഫയർ അലാറത്തിലെ സ്മോക്ക് ഹീറ്റ് ഡിറ്റക്ടറിൽ തട്ടുകയും തൊട്ടു പിന്നാലെ അപ്പാർട്ട്മെന്റിൽ ഉച്ചത്തിൽ ഫയർ അലാം മുഴങ്ങുകയും ചെയ്തു. ആദ്യം ഏതെങ്കിലും ഫയർ ഡ്രില്ലിന്റെ ഭാഗമായിരിക്കും ഈ അലാറാം എന്ന് കരുതിയ വാമിക കെട്ടിടത്തിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കാൻ അനൗൺസ്മെന്റ് വന്നതോടെ താഴേക്കിറങ്ങി. എന്നാൽ മിനിറ്റുകൾക്കകം ബിൽഡിംഗ് മാനേജർ തന്റെ മുറിയിലെത്തുകയും പരിശോധനയിൽ 5 മിനിറ്റ് കുളിച്ചതിനെ തുടർന്നുണ്ടായ നീരാവിയാണ് വലിയ അലാറത്തിന് കാരണമായതെന്ന് തിരിച്ചറിയുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ ബിൽഡിംഗ് ഫയർ അലാറങ്ങൾ മുഴങ്ങിയാൽ അഗ്നിശമന സേന ഉടനടി സ്ഥലത്തെത്തുന്ന സംവിധാനമുണ്ട്. ഇത്തരത്തിൽ വ്യാജമായി അലാറം അടിച്ചാൽ ഫയർഫോഴ്സ് എത്തുന്നതിനുള്ള ഭാരിച്ച ചെലവ് അതാത് വ്യക്തികളിൽ നിന്നാണ് ഈടാക്കുന്നത്. ഇതാണ് വലിയ തുക പിഴയായി വാമികയ്ക്ക് അടയ്ക്കേണ്ടി വന്നത്. അതേസമയം കുളിമുറിക്ക് അടുത്തായി ഫയർ ഡിറ്റക്ടർ സ്ഥാപിച്ചത് എന്തുകൊണ്ടാണെന്ന് വാമിക വിമർശനം ഉന്നയിച്ചു. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അബദ്ധത്തിൽ പുക ഉയർന്ന് അലാറം അടിച്ചതാണെങ്കിൽ ഇത്രയും നാണക്കേട് ഉണ്ടാകില്ലായിരുന്നുവെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും യുവതിയുടെ അനുഭവം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. ഷവറിലെ നീരാവിക്ക് തീപിടുത്ത മുന്നറിയിപ്പ് നൽകാൻ കഴിയുമോ എന്നും ഇത്തരം അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾക്ക് താമസക്കാർ എങ്ങനെ ഉത്തരവാദികളാകുമെന്നൊക്കെയാണ് ഉപയോക്താക്കൾ ചോദിക്കുന്നത്. ഇത്രയും വലിയ തുക ഈടാക്കുന്നതിന് മുൻപ് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകണമായിരുന്നുവെന്ന് മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും സ്മോക്ക് ഡിറ്റക്ടറുകൾ വളരെ സെൻസിറ്റീവ് ആയതിനാൽ കുളിക്കുമ്പോൾ എക്സോസ്റ്റ് ഫാനുകൾ നിർബന്ധമായും ഉപയോഗിക്കുക. വറുക്കൽ, പൊരിക്കൽ, താളിക്കൽ തുടങ്ങിയ രീതിയിലുള്ള ഇന്ത്യൻ പാചകങ്ങൾ ചെയ്യുമ്പോൾ കനത്ത പുക ഉയർന്നാൽ ഇത് അലാറം അടിക്കാൻ സാധ്യത കൂടുതലാണ്. ചെറിയൊരു ജാഗ്രത കുറവ് ഉണ്ടായാൽ പോലും വൻ തുക ഫോൾസ് അലാറം ഫീ ആയി നൽകേണ്ടി വരും. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ വീടുകളിലും കെട്ടിടങ്ങളിലും ഫയർ അലാറമുകൾ നിർബന്ധമായും ഘടിപ്പിച്ചിരിക്കണം എന്നതാണ് നിയമം. കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും അഗ്നിബാധ മൂലമുള്ള ജീവഹാനി തടയാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്മോക്ക് ഹീറ്റ് ഡിറ്റക്ടറുകളുടെ സെൻസറുകൾ വളരെ സെൻസിറ്റീവ് ആയതിനാൽ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായേക്കും. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ. ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. അതേസമയം ഈ ഒരു സംഭവത്തിന് പിന്നാലെ വാമികയുടെ വീഡിയോയ്ക്ക് നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇത് ചെറിയ കാര്യമാണെങ്കിലും ശ്രദ്ധിക്കേണ്ടേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.